بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سورة الفاتحة تفسيران عالم بكنا سميت هذه السورة بالفاتحة سميتنا سمانا بيرنا الجنا سميتنا بيرنا الجبرتلكم سميت هذه السورة سورتنا سورة الفاتحة പേര് നൽകപ്പെട്ടിരിക്കുന്നു. എന്താ പേര് നൽകപ്പെട്ടു? ബിൽ ഫാത്തിഹ. അൽ ഫാത്തിഹ എന്ന പേര് കൊണ്ട് ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടിരിക്കുന്നു. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം, തുടക്കം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥമുള്ളത്. എന്തുകൊണ്ടാണ് അതിനങ്ങനെ പേര് നൽകപ്പെട്ടത്? ലി അന്നഹു, കാരണം, അതായത് ഇങ്ങനെ പേര് നൽകപ്പെടാനുള്ള കാരണം എന്താണ്? ലി അന്നഹു യുഫ്തതഹു ബിഹ, യുഫ്തതഹു ആരംഭിക്കപ്പെടുന്നു, ബിഹ ഈ സൂറത്ത് കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ആരംഭിക്കപ്പെടുന്നു, തുടങ്ങുന്നു. അൽ ഖുർആനുൽ അദീം, അൽ ഖുർആനുൽ അദീം മഹത്തരമായ ഖുർആൻ അത് ആരംഭിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് തുടക്കം കുറിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. അപ്പോൾ പ്രാരംഭം എന്നുള്ള അർത്ഥത്തിലാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ആ പേര് നൽകപ്പെട്ടത്. ഇതുകൊണ്ടാണ് തുടങ്ങുന്നത്. മാത്രമല്ല ചില ആളുകൾ പറഞ്ഞു ലഅന്നഹു യുഫ്തതഹു ബിഹസ്സലാ ഔ തുഫ്തതഹു ബിഹസ്സലാ, നിസ്കാരം ആരംഭിക്കുന്നത് ഇതുകൊണ്ട് തന്നെ, സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. തക്ബീർ കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ റുക്കിന് പിന്നെ ഏതാ? ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. വതുസമ്മ അൽ മസാനി, വതുസമ്മ ഇതിന് പേര് വിളിക്കപ്പെടാറുണ്ട്. ഇതിന് മറ്റൊരു പേര് നൽകപ്പെട്ടിരിക്കുന്ന ഏതാണ്? വതുസമ്മ അൽ മസാനി, അൽ മസാനി എന്ന പേരും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ വന്ന പേരാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് നാം സബ്അൻ മിനൽ മസാനി, അൽ മസാനിയായ 7 ആയത്തുകൾ നൽകിയിരിക്കുന്നു. അപ്പം അൽ മസാനി എന്ന് ഈ സൂറത്തിന് പേരുണ്ട്. എന്താ മസാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് പിന്നെ പറയുന്നത്. ലിഅന്നഹ തുഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ. ലിഅന്നഹ മസാനി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുനെ സ്തുതിക്കൽ. സന എന്ന് പറഞ്ഞാലോ അള്ളാഹുനെ ആവർത്തിച്ചു സ്തുതിക്കൽ. ഹംദ് ആവർത്തിച്ചാൽ അത് സന ആയി. ഈ സന എന്ന പദം ഇസ്നാൻ അടുത്ത ബന്ധമുള്ളതാണ്, ആവർത്തിക്കുക എന്നുള്ളത്. സന്ന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു, പിന്നീട് സന്ന ബിഹി എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇത് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഈ പേര് നൽകപ്പെടാൻ കാരണം എന്താ? ലിഅന്നഹ തുഖ്റഉ ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഈ സൂറത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്, വീണ്ടും ഈ ആയത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അൽ മസാനി ആവർത്തിക്കപ്പെടുന്നത് എന്ന പേര് ഈ സൂറത്തിന് നൽകപ്പെട്ടത്. വലഹ അസ്മാഉൻ ഉഖർ, വലഹ അസ്മാഉൻ ഉഖർ, വലഹ അതിനുണ്ട്, ഈ സൂറത്തിനുണ്ട്, അസ്മാഉൻ പേരുകൾ, ഉഖർ വേറെയും പേരുകളുണ്ട്. ഉഖറ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ഉഖർ. വലഹ അസ്മാഉൻ ഉഖറു, അതിന് വേറെയും പേരുകളുണ്ട്. വേറെ പേരുകൾ അൽ ഹംദ്, അതുപോലെ റുഖിയ, ഷിഫ, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, വേറെ പേരുകൾ. ചില ആൾ പറഞ്ഞ ഖുർആനുൽ അദീം പേരാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വേറെയും പേരുകളുണ്ട്. പേരുകൾ അധികരിക്കുക എന്നുള്ളത് ഒരു കാര്യത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്വമുള്ളവനാണ്. അവന് എണ്ണമില്ലാത്ത പേരുകളുണ്ട്. അന്ത്യനാളിന് ധാരാളം പേരുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം പേരുണ്ട്, ഖുർആനിന് ധാരാളം പേരുണ്ട്. പേരുകൾ അധികരിക്കുന്നത് കാര്യത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട്. ഒന്നാമത്തേത് അൽ അവ്വൽ, എന്താ ഒന്നാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ? ബിസ്മില്ലാഹി അർ-റഹ്മാൻ റഹീം. നോക്കൂ, ബിസ്മി എഴുതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുന്നതിന് പ്രത്യേകത ഉണ്ട്. അതിൽ ബിസ്മി എഴുതുമ്പോൾ ബിസ്മി എങ്ങനെ എഴുതേണ്ടത്? ബാ കഴിഞ്ഞ് പിന്നെ ഒരു അലിഫ് ഉണ്ടാവില്ല, നേരെ സീനായിരിക്കും. ബാ കഴിഞ്ഞ് നേരെ സീന. അത് ബസ്മലക്ക് മാത്രം പ്രത്യേകമാണ്. ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മി, ബിസ്മിക്ക് മാത്രമുള്ള എഴുത്തിൻ്റെ പ്രത്യേകതയാണ് ഏത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതുമ്പോൾ ബാ കഴിഞ്ഞ് നേരെ സീൻ എഴുതുക എന്നുള്ളത്. അതേസമയം അതല്ലാതെ എഴുതുകയാണെങ്കിൽ ബാ കഴിഞ്ഞൊരു ഫത്ഹ കൊടുക്കണം.
നമ്മുടെ ഈ തഫ്സീറിൽ തന്നെ ഉള്ളതുപോലെ കണ്ടില്ലേ, അബ്തദിഉ ഖിറാഅത്തുൽ ഖുർആനി ബിസ്മി എന്ന് എഴുതിയപ്പോൾ കണ്ടില്ലേ അവിടെ ഞങ്ങൾ അവിടെ ബിസ്മി എങ്ങനെ എഴുതിക്കണേ, ബാഗ് കഴിഞ്ഞൊരു ഫത്ഹുണ്ട്. ശരിക്കും നിയമം അതാണ്. കാരണം ഇസ്മ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അലിഫ് കൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ബാഗ് അതിൻ്റെ മുന്നിൽ ചേർത്താൽ ശരിക്കും അലിഫ് കൂട്ടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൻ്റെ തഫ്സീറാണ് അവിടെ. അബ്തദിഉ ഞാൻ ആരംഭിക്കുന്നു, അബ്തദിഉ ഞാൻ തുടങ്ങുന്നു. അബ്തദിഉ ഖിറാഅത്തുൽ ഖുർആൻ ഞാൻ ഖുർആൻ പാരായണം ആരംഭിക്കുന്നു. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. ഇത് ബിസ്മി ചൊല്ലുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നല്ലേ നമ്മൾ പറയുന്നത്. അവിടെ മഹ്സൂഫ് ഉണ്ട് എന്നാണ്, അതായത് അവിടെ തെളിച്ചു പറയപ്പെടാത്ത എന്തോ ഒരു കാര്യമുണ്ട്. അതെന്താണ്? പല അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം എവിടെയാണോ ബിസ്മി ചൊല്ലുന്നത് അവിടേക്ക് യോജിക്കുന്ന ഒരു പ്രവർത്തനം അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഞാനിവിടെ ചെയ്യുന്നതിൻ്റെ ഖിറാഅത്തുൽ ഖുർആൻ പാരായണമാണ്. ഞാൻ ബിസ്മി കൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കുന്നു. ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ ബിസ്മില്ലാഹി അബ്തദിഉ അൽ അഖിൽ ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു. വീട്ടിൽ കയറുകയാണെങ്കിലോ ബിസ്മില്ലാഹി അദ്ഖുൽ അൽ ബൈത്ത് ഞാൻ വീട്ടിൽ കയറുന്നത് ബിസ്മില്ലാണ്. ഇങ്ങനെ എന്താണോ നീ ചെയ്യുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തി ബിസ്മിയോടൊപ്പം ഉദ്ദേശമുണ്ട്. നാവുകൊണ്ട് പറയണമെന്നല്ല, ഇനി ഓരോ കാര്യത്തിലൊക്കെ പറയണമെന്നല്ല പറയുന്നത്, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിസ്മി ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് എന്താണോ ചെയ്യുന്ന കാര്യം അതാണ് അതിൻ്റെ ഉദ്ദേശം. അബ്തദിഉ ഞാൻ ആരംഭിക്കുന്നു ഖിറാഅത്തുൽ ഖുർആൻ പാരായണം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ട്. എന്തിനാ അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തുന്നത്, എന്തിനാ അവിടെ ചൊല്ലുന്നത്? അതാണ് അതിൻ്റെ കാരണമാണ് പിന്നീട് പറയുന്നത്. മുസ്തഈനൻ ബിഹി മുസ്തഈനൻ ഇസ്തിആനത്ത് തന്നെ സഹായത്തേട്ട. മുസ്തഈനൻ സഹായം തേടുന്നവനായിക്കൊണ്ട്, ബിഹി അതുകൊണ്ട്. ഏതുകൊണ്ട്? ഈ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക എന്ന കാര്യം കൊണ്ട് ഞാൻ അള്ളാഹുടെ സഹായം തേടുകയാണ്. അള്ളാഹുടെ പേര് ഉച്ചരിക്കുന്നത് എന്തിനാ? അള്ളാഹുടെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹ് ബിസ്മില്ലാഹ് എന്നല്ലേ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അള്ളാഹ് എന്ന നാമം എന്താ അതിൻ്റെ ഉദ്ദേശം? അത് അലമുൻ അല റബ്ബി തബാറക വ തആല. അലമുൻ, അലം എന്ന് പറഞ്ഞാൽ വിളിപ്പേര്. വിളിപ്പേരിന് പറയുന്ന പേരാണ് അലം. അടയാളം എന്ന് പറയാം. അലാമത്ത് എന്നുള്ള അതിന് വന്നാണ് അത്. ഒരാളെ ഇസ്മ എന്നുള്ള പേര് ഏതെന്ന് വന്നാന്നുള്ള അഭിപ്രായ ചർച്ച ഉണ്ട്. ഇസ്മ എന്നുള്ളത് വസ്മ എന്നാണോ അതല്ല സുമു എന്നാണോ ഏതെന്നാണ് വന്നത്, അങ്ങനെ ചർച്ച ഉണ്ട് അറബി ഭാഷാപരമായി. ചിലർ പറഞ്ഞു അത് അലാമത്ത് എന്നതിൽ നിന്ന് വന്നതാണ്. ഒരാളുടെ അടയാളമാണ്. അയാളിന് ആദ്യം മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന കാര്യം എന്താ? അയാളുടെ പേരാണ്. നമ്മളൊരാളെ കാണുമ്പോൾ അയാൾക്ക് ആദ്യമായിട്ട് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യം എന്താ? അയാളുടെ പേരാണ്. അലമ് അയാളിലേക്കുള്ള അലാമത്താണ്. അങ്ങനെ ചർച്ച ഇവിടെ ആവശ്യമില്ല. അലം എന്ന് പറഞ്ഞാൽ വിളിപ്പേര്. അലം എന്ന് പറഞ്ഞാൽ വിളിപ്പേര്. വിളിപ്പേരിന് അലം എന്ന് പറയും. ഒന്നിൻ്റെ അലമുൻ അല റബ്ബ് അള്ളാഹുവിൻ്റെ അലമാണത്, വിളിപ്പേര്. അവനെ വിളിക്കാനുള്ള പേരാണത്. റബ്ബി തബാറക വ തആല ലോകരക്ഷിതാവായ റബ്ബിൻ്റെ അലമാണ്, അവൻ്റെ പേരാണ്, നാമമാണത്. അപ്പം അള്ളാഹുവിൻ്റെ പേരുകൾക്കൊരു പ്രത്യേകത നമുക്ക് കഴിഞ്ഞ അസ്മാ സിഫാത്ത് ദർസിൽ പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ പേരുകൾ ഒരേ സമയം വിളിപ്പേരുമാണ്, അതോടൊപ്പം വിശേഷണങ്ങൾ കൂടിയാണ്. അള്ളാഹുവിൻ്റെ വിശേഷണം അറിയിക്കാത്ത ഒരു പേരുമില്ല. ജാമിദായ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമറിയിക്കാത്ത ഒരു ഫിഅലും ഒരു ഇസ്മും അള്ളാഹുവിനില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദഹർ, കാലം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരല്ല. ചില ആൾക്കാർ ദഹർ എന്നുള്ള അള്ളാഹുവിൻ്റെ പേരായി കാണാറുണ്ട്, ഹദീസ് പറയാറുണ്ട്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ പേരല്ല. കാരണം എന്താ? അതിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്ന യാതൊരു കാര്യമില്ല ദഹർ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പേരാണ് അള്ളാഹ് എന്നത്. അലമുൻ അല റബ്ബി തബാറക വ തആല. എന്താ ഇതിൻ്റെ അർത്ഥം? ഫഹുവൽ മുസ്തഹിഖു ലഹു അൽ മഅബൂദി ബിഹഖിൻ ദൂന സിവാഹ്. അതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരാൾക്കും അർഹതയില്ലാത്ത വിധത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള സാക്ഷാൽ ആരാധ്യൻ. അതാണ് അള്ളാഹ് എന്നതിൻ്റെ അർത്ഥം. അൽ മഅബൂദ്, മഅബൂദ് എന്ന് പറഞ്ഞാൽ അബദ എന്ന് പറഞ്ഞില്ല, നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ ബാക്കിയാണ് അൽ മഅബൂദ്. മഅബൂദ് ആരാധിക്കപ്പെടുന്നവൻ. അൽ മഅബൂദു ബിഹഖിൻ അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്നവൻ. ആരാധിക്കപ്പെടുന്ന പലതും ഇവിടെ ഉണ്ട്, പക്ഷെ അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്നവൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. ദൂന സിവാഹു, അവന് പുറമെ വേറെ ആൾ അങ്ങനെയല്ല.
ഇതാണ് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞേക്കാം, അല്ലാഹ് ഐദുൽ ഉലൂഹിയ്യത്തി വൽ ഉബൂദിയ്യത്തി അലാ ഖൽഖിഹി അജ്മഈൻ, സർവ്വ സൃഷ്ടികൾക്കുമേൽ ഉലൂഹിയത്തുള്ളവനാണ്, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവനാണ്. വൽ ഉബൂദിയ, ഉബൂദിയ എന്ന് പറഞ്ഞാൽ സർവ്വ സൃഷ്ടികളും ആരുടെ അടിമയായിരിക്കണമോ അവനാണ്. ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ അള്ളാഹുവിൻ്റെ സിഫത്തുണ്ട്, സൃഷ്ടികളുടെ ബാധ്യതയുണ്ട്. അള്ളാഹിൻ്റെ സിഫത്ത് എന്താ? ഉലൂഹിയത്ത്. സൃഷ്ടിയുടെ വിശേഷണം എന്താ? ഉബൂദിയത്ത്. അള്ളാഹു ഇലാഹാണ്, സൃഷ്ടിയോ അബ്ദാൻ. അള്ളാഹുവിന് അർഹമായിട്ടുള്ളത് ഏതാ? ഇലാഹാവ് എന്നുള്ളതാണ്. അവൻ ഇലാഹാവുക എന്നത് അവൻ്റെ അർഹതയാണ്. അവനാണ് അതിൻ്റെ അർഹതയല്ല. സൃഷ്ടിക്ക് യോജിച്ചതല്ല, അവൻ എപ്പോഴും യോജിക്കപ്പെടുന്ന അബ്ദാവ് എന്നുള്ളതാണ്. അതല്ലാതെ വേറൊന്നും അവന് യോജിക്കപ്പെടില്ല. അപ്പോൾ അള്ളാഹ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അവിടെ പറഞ്ഞത്, അൽ മഅബൂദി ബിഹഖിൻ ദൂന സിവ വഹുവ അഖസ്സു അസ്മാഇല്ലാഹി തആല. ഖാസ് എന്ന് പറഞ്ഞാൽ ഖാസ്, സ്പെഷ്യൽ, പ്രത്യേകമായത് അല്ലേ? അഖസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രത്യേകമായത്. വഹുവ അഖസ്സു അസ്മാഇല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരുകളിൽ അവന് ഏറ്റവും പ്രത്യേകമായ പേരാണിത്. അള്ളാഹ് എന്നുള്ള പേരിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഖുർആനിൽ ഏറ്റവും അധികം വന്ന പേരതാണ്. മിക്കവാറും എല്ലാ അദ്കാറുകളും അള്ളാഹ് എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മിക്കവാറും എല്ലാ അദ്കാറുകളിലും അള്ളാഹ് എന്ന പേരാണുള്ളത്. സുബ്ഹാനല്ലാഹ്, അതെ, എല്ലാത്തിലും അസ്തഗ്ഫിറുല്ലാഹ്. അതുപോലെ തന്നെ മിക്കവാറും ദുആകളുടെ ആരംഭത്തിൽ ഇതാണുള്ളത്, അല്ലാഹുമ്മ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രത്യേകമായ പേരാണ് അള്ളാഹ് എന്നത്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളുടെ അടിത്തറ അള്ളാഹ് എന്ന പേരാണ്. എല്ലാ പേരും അള്ളാഹ് എന്നുള്ള പേരിലേക്ക് ചേർത്താൻ പറ്റുള്ളൂ. റഹ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ്, റഹീം അള്ളാഹുവിൻ്റെ പേര്, ഇങ്ങനെ പറയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും റഹ്മാനിൻ്റെ പേരാണ് അള്ളാഹു എന്ന് പറയുമോ? ഇല്ല, അള്ളാഹുവിൻ്റെ പേരാണ് റഹ്മാൻ. ഇസ്മുകൾ അള്ളാഹുവിലേക്ക് ചേർത്താൻ പാടുള്ളൂ. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ ഹുവ റഹ്മാൻ റഹീം, അല്ലേ? ഹുവ റഹ്മാൻ, അള്ളാഹു റഹ്മാനാണ്, അങ്ങനെ പറയുള്ളൂ, തിരിച്ചു പറയില്ല. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ എല്ലാ സിഫത്തുകളിലേക്കാണ് പൊതുവെ ചേർത്തപ്പെടുക. അള്ളാഹ് എന്ന നാമം പണ്ഡിതന്മാർ പറഞ്ഞു, സൈമീൻ അദ്ദേഹം പറഞ്ഞേക്കാണ്, അള്ളാഹുവിൻ്റെ മറ്റെല്ലാ പേരുകളും അള്ളാഹ് എന്ന പേരിൻ്റെ തഫ്സീറാണ്. എല്ലാ പേരും, എല്ലാ അസ്മാകളും അള്ളാഹ് എന്ന നാമത്തിൻ്റെ തഫ്സീറാണ്. അങ്ങനെ അള്ളാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ്റെ വിശേഷണങ്ങളാണ് മറ്റു പേരുകളൊക്കെ. ആ പേര് ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാൾക്കല്ലാതെ അനുയോജ്യമാവുകയില്ല. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഖുർആനിൽ ഏറ്റവും അധികം വന്നപ്പോൾ 2200-ലധികം സ്ഥലത്ത് ഖുർആനിൽ വന്നിട്ടുണ്ട്. 33 ആയത്തുകൾ അള്ളാഹ് എന്ന പേരുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല പ്രത്യേകതകൾ അള്ളാഹ് എന്ന പേരിനുണ്ട്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേക്കാണ്, അള്ളാഹ് എന്ന നാമത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, പിന്നെ ആ പേര് വസ്തുക്കളിൽ വരെ വ്യത്യാസമുണ്ടാക്കുന്നു. ബിസ്മില്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അർത്താൽ ഹലാൽ, ഇല്ലാതെ അർത്താലോ അർത്ഥത്തൊക്കെ ഒരേപോലെയാണ്, പക്ഷെ ഇത് ഹറാമാണ്. മാംസത്തിൻ്റെ ഹലാലും ഹറാമും വേർതിരിക്കുന്ന അള്ളാഹ് എന്ന പേരാണ്. ഒരു നായെ പഠിപ്പിച്ച നായനെ വേട്ടയ്ക്ക് വിടുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് വിട്ടാൽ അത് കൊണ്ടുവന്ന ഹലാലാണ്, ഇല്ലെങ്കിലും ഹറാമാണ്, തിന്നാൻ പറ്റില്ല, മയ്യിത്താണ്. ഒറ്റ പേരാണ്, ഈ പേര് മാത്രമാണ് അവിടെ വ്യത്യാസം ഉണ്ടാക്കുന്നത്. വലാ യുസമ്മ ബിഹി ഗൈറുഹു സുബ്ഹാനഹു, ഈ പേര് കൊണ്ട് വേറെ ആളെയും വിളിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹു എന്ന പേര് ചേർത്തപ്പെടാൻ പാടില്ല. റഹ്മാൻ, റഹ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ്. എന്താണ് റഹ്മാൻ? ഇൻഷാ അല്ലാഹ് അത് റഹ്മാൻ റഹീം എന്നതിൻ്റെ തഫ്സീർ നമുക്ക് പറയാം, കാരണം അതിൻ്റെ ആവർത്തനം അതുപോലെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് അവിടെ പറയാം. റഹ്മാൻ റഹീം, ഇത് രണ്ടും ഇൻഷാ അല്ലാഹ് റഹ്മാൻ റഹീം എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറിൽ പറയാം. ഇതാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ തഫ്സീറിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ വഅല്ലിംനാ തഅവീൽ. സ്വല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.